പല ആളുകളും സംശയം ചോദിച്ച അല്ലെങ്കിൽ പരാതി പറഞ്ഞ അല്ലെങ്കിൽ പരിഹാരം തേടിയൊരു വിഷയമാണ്, ഉസ്താദേ എൻ്റെ സ്വർണ്ണമാല കളഞ്ഞുപോയി, അല്ലെങ്കിൽ എൻ്റെ സ്വർണ്ണ ആഭരണം ഇന്നത് കളഞ്ഞുപോയി, അത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ട്? എവിടെയാ പോയെന്നറിയില്ല, കുറേ അന്വേഷിച്ചു, കുറേ തിരക്കി നോക്കി അന്വേഷിച്ചു, കിട്ടിയില്ല. കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ സംഗതിയാണ്, ഉസ്താദേ എൻ്റെ സ്വർണ്ണമാല അല്ലെങ്കിൽ എൻ്റെ ആഭരണം കാണുന്നില്ല, ഇന്ന ആളാണ് എടുത്തത് എന്ന് എനിക്കൊരു സംശയമുണ്ട്, അത് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ആളാണോ എടുത്തതല്ലയോ എന്ന് അറിയാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. ഇപ്പോൾ ഈ അടുത്തൊരു സഹോദരൻ വിളിച്ചിട്ട് ഒരു സങ്കടം പറഞ്ഞു, സാർ എൻ്റെ ATM കാർഡും അതുപോലെ എൻ്റെ ലൈസൻസും തുടങ്ങി എൻ്റെ ഒരുപാട് രേഖകളുണ്ടായിരുന്നു, എൻ്റെ പേഴ്സ് കാണാതെ പോയെന്ന്. പൈസ ഉണ്ടായിരുന്നു, പക്ഷേ പൈസ പോയാലും നമുക്ക് തിരിച്ച് പിടിക്കുക. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ റിസ്ക് ആണല്ലോ, അതായത് ഈ ബാക്കിയുള്ള സംഗതികൾ, ഈ നമ്മുടെ രേഖകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ട്, എവിടെയാണ് പോയെന്നൊരു എത്തും പിടിയില്ലായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വഴികൾ ഇൻഷാ അല്ലാഹ്. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു സൂറത്ത് ഓതിയിട്ട് അൽഹംദുലില്ലാഹ് കിട്ടിയ ആ മാല തിരിച്ചു കിട്ടിയ സന്തോഷം അറിയിച്ച ഒരു ഉമ്മ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ഈ രൂപത്തിൽ നമ്മുടെ കാര്യങ്ങൾ ഈ നഷ്ടപ്പെട്ടു പോയത് അറിയാൻ, എവിടെയാണ് പോയത് എന്നും എങ്ങനെയാണ് അത് തിരിച്ചു കിട്ടേണ്ടത് എന്നൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ നിസ്സാരമായ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വഴി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തുകളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ്, സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. പല ആളുകളും വിളിച്ചിട്ട്, ഉസ്താദേ എൻ്റെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു പോയി ഉസ്താദേ, അല്ലെങ്കിൽ സ്വർണ്ണമാല പോയി, സ്വർണ്ണവള പോയി, കമ്മൽ പോയി, മോതിരം പോയി, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ പരാതി ഇപ്പോൾ ഈ അടുത്ത് ഒരുപാട് കേട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു, ഉസ്താദേ എൻ്റെ പേഴ്സ്, ലൈസൻസും അതുപോലെ എൻ്റെ ആധാർ കാർഡും ATM കാർഡും തുടങ്ങിയിട്ട് ഒരുപാട് രേഖകൾ ഉണ്ടായിരുന്ന ഒരു പേഴ്സ് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. എവിടെയാണ് പോയെന്നറിയില്ല, എവിടെയാണ് നഷ്ടപ്പെട്ടതെന്നറിയില്ല, ആരെങ്കിലും എടുത്തതാണോ എന്നറിയില്ല, അത് തിരിച്ചു കിട്ടേണ്ടതാണ് ഉസ്താദ്, എന്തെങ്കിലും വഴിയുണ്ടോ, പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ച് വല്ലാതെ സങ്കടപ്പെട്ടൊരു സഹോദരൻ. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ, പല ഉമ്മമാർ വിളിച്ചിട്ട് ഈ സ്വർണം നഷ്ടപ്പെട്ടു പോയത് പറയാറുണ്ട്. കൂട്ടത്തിൽ ചില ആളുകൾ പറയും, ഉസ്താദ് ലവളാണോ എടുത്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്, പക്ഷേ എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ചോദിക്കാൻ പറ്റത്തില്ല, ഉറപ്പില്ലാത്തതുകൊണ്ട്. അതറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. വഴിയൊക്കെ ഉണ്ട്, ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, തിരിച്ചു കിട്ടാനുള്ള വഴികളുണ്ട്. പക്ഷേ അത് ആത്മാർത്ഥമായി ചെയ്താൽ കിട്ടും. കാരണം ഈ അടുത്തിപ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സ്വർണ്ണമാല പോയതിൻ്റെ കഥ, എത്രയോ പവനം കണ്ട് സ്വർണ്ണമാല നഷ്ടപ്പെട്ടത് പറഞ്ഞു. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സൂറത്ത് ഓതിക്കൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു. സൂറത്ത് ഓതാൻ പറഞ്ഞു അവരടുത്ത്. അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലാഹു ഉസ്താദേ വലിയ സന്തോഷമുണ്ട്, ഒരു സന്തോഷം അറിയിക്കാൻ. കാരണം ഞാനത് ഓതിയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നോക്കി, ഒരു പ്രതീക്ഷയില്ലാതിരുന്നൊരു സ്ഥലത്ത് നിന്ന് എനിക്കത് കിട്ടിയെന്ന്. അതായത് സാധാരണഗതിയിൽ ഞാനിങ്ങനെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ നോക്കാനൊരു ചാൻസും ഇല്ലാത്തൊരു സ്ഥലമാണത്. ആ ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തു, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്ന് തോന്നി. ഞാൻ അവിടെ പോയി അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ ഉണ്ട് സാധനം, അവിടെ കിടക്കുന്നു, നിലത്ത് കിടക്കുന്നു. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുക, ആഗ്രഹങ്ങൾ, അതായത് നഷ്ടപ്പെട്ടു പോയ തിരിച്ച് കിട്ടണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ചെയ്തപ്പോൾ അള്ളാഹു എത്തിച്ചു തന്നത് ഒരു സന്തോഷം അവരെ അറിയിച്ചു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇനി ഇത് കിട്ടാൻ എന്താണ് വഴി? ഇല്ലേ, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സംഗതികൾ തിരിച്ചു കിട്ടാൻ എന്താ വഴി? പക്ഷെ അത് ചെറിയൊരു വഴി പറഞ്ഞുതരാം. നമുക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ അങ്ങനെ പറയാം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു വഴി. അതായത് ദിക്ർ ചൊല്ലാൻ അറിയാലോ. കാരണം നമ്മൾ ഈ പറയുന്നതൊക്കെ അള്ളാഹുവിൻ്റെ പേരുകളും സൂറത്തുകളും ആയത്തുകളും ഒക്കെയാണ്. റബ്ബ് അള്ളാഹു ആണ് ഇതൊക്കെ നമുക്ക് എത്തിച്ചു തരേണ്ടത്. പിന്നെ ഈ പറഞ്ഞു തരുന്നത് എന്ന് കരുതിയിട്ട് ഇപ്പോൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ സംശയമുണ്ട്, ഒരാൾ എടുത്തത്, നമ്മുടെ ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും എടുത്തതെന്നൊരു സംശയമുണ്ട് എന്ന് കരുതിയിട്ട് അയാളോടൊരു വഴക്കുണ്ടാക്കണം, പിണക്കുണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടല്ല ഈ പറഞ്ഞു തരുന്നത്, മറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും ആണ്, കൂട്ടുകാരാണ്, അല്ലെങ്കിൽ സഹോദരങ്ങളാണ്, അയൽവാസിയാണ്, ആരെങ്കിലും എടുത്തതെന്ന് സംശയിച്ചിട്ട് അവരുമായിട്ട് വഴക്കുണ്ടാക്കിയ, ബഹളം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ കേസുണ്ടാക്കിയ അതൊന്നുമല്ല. മറിച്ച് എന്ത് ചെയ്യുക, ഇത് നമുക്കൊന്ന് അറിയാൻ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്, എങ്ങനെയാണത് പോയത്, അത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും വഴി അതിലൂടെ കിട്ടുമോ, തേടാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറഞ്ഞു തരുന്നത്. ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടു പോയ സംഗതി കിട്ടണം എന്നാഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ എവിടെയാണതെന്ന് അറിയണമെന്ന് ആഗ്രഹിച്ചാൽ അവർ ചെയ്യേണ്ടത് ഫൽയത്തവല്ല ഇലയില, രാത്രി എന്ത് ചെയ്യുക, വുദൂ ചെയ്തിട്ട് വയുസല്ലി റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിക്കുക. വുദൂ ചെയ്യുക, വൃത്തിയായിട്ട് വുദൂ ചെയ്തിട്ട് 2 റക്അത്ത് സുന്നത്ത്, ഏതെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഹാജത്തിന് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചു ശേഷം അവൻ പറയണം, യഖൂലു, അതിനുശേഷം പറയണം, യാ അലീമു,
അലീം, അൽ അലീം എന്ന അല്ലാഹുവിൻ്റെ ഇസ്മ. അലീം എന്ന് വെച്ചാൽ ഏറ്റവും അറിയുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ യാ അലീമു എന്ന് പറയണം 150 തവണ. 150 തവണ യാ അലീമു എന്ന ദിക്ർ ചൊല്ലി. അത് വലിയ പാടൊന്നുമില്ലല്ലോ. യാ അലീമു യാ അലീമു യാ അലീമു ഇങ്ങനെ എന്ത് ചെയ്യുക 150 തവണ നല്ല ഇഖ്ലാസോട് കൂടി ചെല്ലുക. പെട്ടെന്ന് ചൊല്ലി തീർക്കണമെന്ന നിയത്തിൽ അങ്ങനെ ചെല്ലാൻ പാടില്ല. എന്ത് ചെയ്യുക, സാവകാശം. യാ അലീമു യാ അലീമു യാ അലീമു. ഈ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ കരുതുക, എന്ത്, റബ്ബേ എനിക്ക് അത് നഷ്ടപ്പെട്ടു പോയത് എവിടെയാണെന്ന് അറിയിച്ചു തരണേ അല്ലാഹ് എന്ന് മനസ്സിൽ ഇങ്ങനെ കരുതിക്കൊണ്ട് ചൊല്ലുക. അതിനുശേഷം വയുസല്ലി എന്ത് ചെയ്യാൻ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി, നബി തങ്ങളുടെ മേലും അതുപോലെ തന്നെ നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും നബി തങ്ങളുടെ ആലിൻ്റെ പേരും സ്വലാത്ത് ചൊല്ലാം. ഹത്തായനാമ ഏതുവരെ, ഉറങ്ങുന്നത് വരെ. അതായത് പിന്നെ അതിനുശേഷം ഇത് ചൊല്ലിയതിന് ശേഷം ഈ കിടന്നിട്ട് എന്ത് ചെയ്യുക, നബി തങ്ങളുടെ മേലും കുടുംബത്തിൻ്റെ മേലും ഇങ്ങനെ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ ഇങ്ങനെ എന്ത് ചെയ്യുക, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഉറങ്ങുന്നത് വരെ അങ്ങനെ കിടക്കുക. അങ്ങനെ ഉറങ്ങിപ്പോവുക, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇങ്ങനെ ചെയ്താൽ ഇത് ചെയ്യേണ്ട എത്ര ദിവസമാണ്, സലാസത്ത അയ്യാമിൻ, 3 ദിവസം ഇത് ചൊല്ലണം. 3 ദിവസം ഇത് ചെയ്യണം. ഈ മൂന്നാലൊരു ദിവസത്തിൽ, ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ മൂന്നാം ദിവസം ഏതെങ്കിലും ഒരു ദിവസത്തിൽ എവിടെയാണ് ആ സംഗതി നഷ്ടപ്പെട്ടു പോയത് എന്ന് കിനാവിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കാണിച്ചു തരും. എവിടെയാണ് ആ സംഗതി പോയത്, നഷ്ടപ്പെട്ടത് എന്ന് അയാൾക്ക് കിനാവിൽ അള്ളാഹു കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു അമലാണ് അല്ലേ. നമ്മൾ നഷ്ടപ്പെട്ടു പോയ സംഗതി എവിടെയാണ് തിരിച്ചത്. ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തരുന്നുണ്ട് മഹാന്മാർ പറയുന്നത്, ഒരു സംഗതി ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ വീട്ടിലാണ് നഷ്ടപ്പെട്ടത്, അല്ലെ പരിസരത്ത് എവിടെയെങ്കിലും ആണ് നഷ്ടപ്പെട്ടതെന്നൊരു ഉറപ്പുണ്ട്. എന്നാൽ അതായത് നമുക്ക് അന്വേഷിക്കാൻ പറ്റിയൊരു സ്ഥലം. ഇപ്പോൾ ഒരു യാത്രയൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്ന് അറിഞ്ഞ് അതിപ്പോൾ അന്വേഷിച്ച് നടക്കാൻ കഴിയില്ല. കാരണം ഒരു യാത്ര പോയിട്ട് ആ പോയടുത്തൊക്കെ പോയി അന്വേഷിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല, കാരണം റിസ്ക്കാണ്. അതേസമയത്ത് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, പരിസരത്ത് ഇപ്പോൾ ഇത്ര സ്ഥലത്തേ പോയിട്ടുള്ളൂ, അവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ അവിടെ അന്വേഷിക്കുമ്പോൾ എന്ത് ചെയ്യുക, സൂറത്തുൽ ദുഹ, വദ്ദുഹ സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ദുഹ ഓതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ സംഗതി അവിടെ നമുക്ക് ലഭിക്കാൻ അത് എളുപ്പമായി കിട്ടും ഇൻഷാ അല്ലാഹ്. അതായത് മറഞ്ഞു കിടക്കുന്നതാണെങ്കിൽ നമ്മുടെ കണ്ണിന് അത് പെടും, കാണാൻ പറ്റും. ആ രൂപത്തിൽ അള്ളാഹു കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ സംഗതി തിരിച്ചു കിട്ടാനുള്ള വളരെ എളുപ്പമുള്ളൊരു വഴിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ അടുത്തായിട്ട് എന്നോട് ചോദിച്ചൊരു വിഷയമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോഴും പറയുകയാണ്, വഴക്കുണ്ടാക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പരസ്പരം അടിയും വിദ്വേഷം ഉണ്ടാക്കാനൊന്നും അല്ല, മറിച്ച് ഈ നഷ്ടപ്പെട്ടത് എവിടെയാണ് നമുക്കറിയാൻ, അല്ലെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അമല് ചെയ്യേണ്ടത്. നല്ല നിയത്ത് വെച്ച് ചെയ്യുക, ഇൻഷാ അല്ലാഹ് തിരിച്ചു കിട്ടും. അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചു തരും. അള്ളാഹു അലീമാണല്ലോ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെയ്തു വെക്കുക. കാരണം ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് നിങ്ങളിലേക്ക് എത്താനൊക്കെ അത് ഉപകരിക്കും. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. എന്തായാലും നിങ്ങൾ ദുആ വസീയത്തുകളാണെങ്കിലും അതുപോലെ ഇനി നമ്മൾ ദുആ ചെയ്യുന്നു അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകണേ എന്ന ഒരു ആമീനാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമൻറ്റ്. അത് ഒരു ബന്ധം ഉറപ്പിക്കലാണ്, നമ്മളൊരു ആത്മബന്ധം ഇൻഷാ അല്ലാഹു സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂട്ടി തരട്ടെ. വാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.